വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി രാജ്യസുരക്ഷ ഒറ്റിക്കൊടുത്ത പഴയകാലം അവസാനിച്ചു. തടങ്കൽ പാളയങ്ങളിലേക്ക് മാറ്റുമെന്ന ഭയം കാരണം വർഷങ്ങളായി അനധികൃതമായി ബംഗാളിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ തിരികെ പലായനം ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ ഇവർ ഉപയോഗിച്ചിരുന്ന ആധാർ കാർഡുകൾ അതിർത്തിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഈ മടക്കയാത്ര. അനധികൃത കുടിയേറ്റക്കാരുടെ പറുദീസയായിരുന്ന ബംഗാളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് രാജ്യസുരക്ഷയായി ബന്ധപ്പെട്ട ചരിത്രപരമായിട്ടുള്ള ഒരു തിരുത്തലാണ്. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം നോർത്ത് 24 പർഗാനാസിൽ നിന്നാണ് ആളുകൾ കൂട്ടത്തോടെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നത്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന സംഘങ്ങൾ കയ്യിൽ കിട്ടിയ ബാഗുകളും ബ്ലാങ്കറ്റുകളുമായി അതിർത്തിയിലേക്ക് നീങ്ങുകയാണ്. ഹാക്കിംപൂർ അതിർത്തിയിലെ ഔട്ട് പോസ്റ്റിൽ ഇവർക്കായി പോലീസ് പ്രത്യേക രജിസ്ട്രേഷൻ ഡെസ്ക് തുറന്നിട്ടുണ്ട്. ഇവരുടെ യഥാർത്ഥ ബംഗ്ലാദേശി രേഖകൾ പരിശോധിച്ച ശേഷം താൽക്കാലിക ഹോൾഡിംഗ് സെന്ററുകളിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് ബംഗ്ലാദേശ് സൈന്യത്തിന് കൈമാറുകയും ചെയ്യും. തിങ്കളാഴ്ച മുതൽ ഇതുവരെ ബംഗ്ലാദേശ് പൗരന്മാരെന്ന് തെളിയിക്കുന്ന രേഖകളുമായി 350ഓളം പേരാണ് അതിർത്തിയിൽ എത്തിയത്. കൊൽക്കത്ത, ന്യൂ ടൗൺ, ഹഡിയാര, ഖർദ, ദംദം, ഡാൻകുനി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഇന്നലെ മാത്രം 60ഓളം പേർ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്. ഏജന്റുമാർക്ക് 10,000 രൂപ വരെ കോഴ നൽകിയിട്ടാണ് ഇവർ തൊഴിൽ തേടി ഇന്ത്യയിലേക്ക് കടന്നത്. എന്നാൽ സുവേന്ദു അധികാരമേറ്റതിന് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാർക്ക് ഇവിടെ തുടരാൻ കഴിയാത്ത അവസ്ഥയായി. നിരന്തരമുള്ള പോലീസ് പരിശോധനകളും രേഖകളും ഹാജരാക്കാനുള്ള കർശന നിർദ്ദേശങ്ങളും ഇവരെ പ്രതിസന്ധിയിലാക്കി. അനധികൃത കുടിയേറ്റക്കാർ സ്വയം ഇന്ത്യ വിടണമെന്നും അല്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും സുവേന്ദു അധികാരി കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ തേൻതുലിയ ഉൾപ്പെടെയുള്ള 3ഇടങ്ങളിൽ താൽക്കാലിക ഹോൾഡിംഗ് സെന്ററുകൾ തുറന്നു. നിലവിൽ 116 പേർ ഇവിടെയുണ്ട്. ബംഗ്ലാദേശിലേക്ക് പോകുന്നതുവരെ ഇവർക്ക് ഭക്ഷണവും വൈദ്യസഹായവും സുരക്ഷയും സർക്കാർ നൽകുന്നുണ്ടെങ്കിലും തടങ്കൽ കേന്ദ്രങ്ങളിലാക്കി ഇവരെ സ്ഥിരമായി തീറ്റിപ്പോറ്റാൻ സർക്കാരിന് ക്ഷമയുണ്ടാകില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് അധികൃതർ നൽകുന്നത്. പതിറ്റാണ്ടുകളായി ബംഗാൾ ഭരിച്ചിരുന്ന സർക്കാരുകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ബോധപൂർവം വളർത്തിയെടുത്തതാണ് ഈ നുഴഞ്ഞുകയറ്റം. അതിർത്തി സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാ സന്തുലിതാവസ്ഥ അട്ടിമറിക്കപ്പെട്ടത് യാദൃശ്ചികമല്ല. ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരുടെ തൊഴിലവസരങ്ങളും വിഭവങ്ങളുമാണ് കവർന്നെടുത്തത്. അതിർത്തിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആധാർ കാർഡുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ എത്രത്തോളം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നത് തന്നെയാണ്. ഇത് കേവലം സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും സാംസ്കാരിക തനിമയ്ക്കും നേരെ നടന്ന ആസൂത്രിതമായിട്ടുള്ള കടന്നുകയറ്റമായിരുന്നു. ഇന്ന് ബംഗാളിൽ കാണുന്നത് അസന്നിഗ്ധമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്കുള്ളതാണ്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കുക എന്ന ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തി രാജ്യസുരക്ഷയിൽ ഇനി വിട്ടുവീഴ്ചയില്ലെന്നതിന്റെ തെളിവാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അതീതമായി ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഈ നടപടികൾ വരും നാളുകളിൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് ശക്തമായിട്ടുള്ള താക്കീതാണ്. ഇന്ത്യയുടെ സമ്പത്തും അവകാശങ്ങളും ഇനി യഥാർത്ഥ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്.